ലോക സാമ്പത്തിക ഭൂപടത്തിൽ ഗൾഫ് മേഖല എന്നും ഒരു അത്ഭുതമാണ്. കേവലം എണ്ണച്ചന്തകൾ മാത്രമായിരുന്ന മരുഭൂമിയിലെ രാജ്യങ്ങൾ ഇന്ന് ആഗോള വ്യവസായത്തിന്റെയും നവീകരണത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ സാമ്പത്തിക വളർച്ചയോടൊപ്പം സമാനതകളില്ലാത്ത മറ്റൊരു മാറ്റം കൂടി അവിടെ നിശബ്ദമായി സംഭവിക്കുന്നുണ്ട്. അത് ഗൾഫ് സഹകരണ കൗൺസിൽ അതായത് GCC രാജ്യങ്ങളിലെ ജനസംഖ്യയിലുണ്ടാകുന്ന വൻ വർധനവാണ്. ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് GCC സ്റ്റാറ്റിസ്റ്റിക്കൽ സെന്റർ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വരും പതിറ്റാണ്ടുകളിൽ ആഗോള ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ പോലും മറികടക്കുന്ന പ്രകടനമായിരിക്കും ഗൾഫ് മേഖല കാഴ്ചവെക്കുക എന്നാണ്. ഈ ജനസംഖ്യാ സ്ഫോടനം ഗൾഫിന്റെ സമ്പദ് വ്യവസ്ഥയെയും സാമൂഹിക മേഖലകളെയും പ്രത്യേകിച്ച് പ്രവാസി സമൂഹങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. കണക്കുകൾ വിശദമായി പരിശോധിച്ചാൽ ഗൾഫ് മേഖലയിലെ ജനസംഖ്യാ വളർച്ചയുടെ വ്യാപ്തി വ്യക്തമാകും. നമുക്ക് 2022 5.66 കോടിയായിരുന്ന GCC ജനസംഖ്യ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അതായത് 2025ഓടെ 6.28 കോടിയിലേക്ക് ഉയർന്നു. 3 വർഷങ്ങൾക്കിടയിൽ മാത്രം 62 ലക്ഷത്തിലധികം ആളുകളാണ് മേഖലയിലേക്ക് പുതുതായി എത്തിയത്. പ്രതിവർഷം ശരാശരി 3.5% എന്ന നിരക്കിലാണ് ഗൾഫിലെ ജനസംഖ്യ വളരുന്നത്. ഇത് ആഗോള ശരാശരിയുടെ 3 ഇരട്ടിയോളം വരുമെന്നതാണ് ശ്രദ്ധേയമാകുന്നത്. നിർമ്മാണ മേഖലയിലുണ്ടായ വിപ്ലവകരമായ കുതിച്ചുചാട്ടം, അതിവേഗ നഗരവൽക്കരണം, മെച്ചപ്പെട്ട ജീവിത നിലവാരം, വിവിധ GCC രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന വൻകിട വികസന പദ്ധതികൾ എന്നിവയെല്ലാം ഈ ജനസംഖ്യാ പെരുപ്പത്തിന് വേഗത കൂട്ടി. ലോകത്തെ ഭൂരിഭാഗം വികസിത രാജ്യങ്ങളും വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിലൂടെ വലിയ തൊഴിൽക്ഷാമം അനുഭവിക്കുമ്പോൾ ഗൾഫ് മേഖല തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ്. GCCയിലെ ആകെ ജനസംഖ്യയുടെ 3/4 ഭാഗത്തിലധികവും അതായത് 76.7% 15നും 24നും ഇടയിൽ പ്രായമുള്ള ജോലി ചെയ്യാൻ ശേഷിയുള്ള പ്രായക്കാരാണ്. ഇതിൽ തന്നെ 15നും 34നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ മാത്രം മൊത്തം ജനസംഖ്യയുടെ 38.2% വരുന്നു. ഉൽപാദനക്ഷമതയും അധ്വാന ശേഷിയുമുള്ള ഇത്ര വലിയൊരു യുവജന വിഭാഗം നിലവിലുണ്ടെന്നത് ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്കും വ്യാവസായിക അടിത്തറയ്ക്കും വലിയ കരുത്തു പകരുന്നു. കുട്ടികളുടെ എണ്ണം 20.6%, വയോധികരുടേത് കേവലം 2.6% മാത്രമാണ്. അതുകൊണ്ട് തന്നെ മൊത്തം ആശ്രിതത്വ അനുപാതം നോക്കുമ്പോൾ ജോലി ചെയ്യുന്ന 100 പേർക്ക് സാമ്പത്തികമായി ആശ്രയിച്ച് കഴിയുന്ന കുട്ടികളും വയോധികരും ഉൾപ്പെടെ കേവലം 30 പേർ മാത്രമാണുള്ളത്. ഗൾഫ് ജനസംഖ്യയുടെ ഘടന പരിശോധിക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന സവിശേഷത അതിലെ ലിംഗാനുപാതമാണ്. ലോകത്തെവിടെയും കാണാത്ത വിധത്തിലുള്ള ഒരു അസന്തുലിതാവസ്ഥയാണ് ഗൾഫിലുള്ളത്. നിലവിലെ കണക്കനുസരിച്ച് GCCയിൽ ആകെ ജനസംഖ്യയുടെ 62.7% പുരുഷന്മാരാണ്. സ്ത്രീകൾ 37.3% മാത്രമാണ്. അതായത് ഓരോ 100 സ്ത്രീകൾക്കും 168 പുരുഷന്മാർ എന്ന നിരക്കിലാണ് ഇപ്പോഴത്തെ ലിംഗാനുപാതം. ഇത് പ്രാദേശികമായ ജനന നിരക്കിന്റെ പ്രത്യേകതയല്ല, മറിച്ച് വിദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് പ്രവാസി തൊഴിലാളികളുടെ സാന്നിധ്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. നിർമ്മാണ, സാങ്കേതിക, IT സേവന മേഖലകളിൽ ജോലി ചെയ്യുന്നതിനായി കുടുംബത്തെ നാട്ടിലാക്കിയെത്തുന്ന പുരുഷ തൊഴിലാളികളാണ് ഈ അസന്തുലിതാവസ്ഥയ്ക്ക് പ്രധാന കാരണമാകുന്നത്. വരുന്ന 1/4 നൂറ്റാണ്ടിൽ ഗൾഫ് രാജ്യങ്ങളുടെ ജനസംഖ്യ ഇനിയും അതിവേഗം വർദ്ധിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ അടിസ്ഥാനമാക്കിയുള്ള പ്രവചനം. 2050ഓടെ GCCയിലെ ആകെ ജനസംഖ്യ 8.36 കോടിയിലേക്ക് കുതിച്ചുയരും. ഇത് 2025ന്റെ കണക്കുകളേക്കാൾ 33.6%-ലധികം വർധനവാണ് കാണിക്കുന്നത്. എങ്കിലും ഈ വളർച്ചയ്ക്കൊപ്പം പുതിയ ചില നയതന്ത്ര സാമൂഹിക വെല്ലുവിളികളും ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ വളരെ കുറവായ വയോജനങ്ങളുടെ എണ്ണം 2050 ആകുമ്പോഴേക്കും ഇരട്ടിയായി വർദ്ധിച്ച് 55 ലക്ഷത്തോളമാകും. ഇത് ഗൾഫ് രാജ്യങ്ങളിലെ ആരോഗ്യരംഗത്തും സാമൂഹിക സുരക്ഷാ പദ്ധതികളിലും വലിയ പരിഷ്കാരങ്ങൾ വരുത്താൻ അധികൃതരെ നിർബന്ധിതരാക്കും. ഗതാഗത സൗകര്യങ്ങൾ, പാർപ്പിട സമുച്ചയങ്ങൾ, കുടിവെള്ള വിതരണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ദീർഘകാല നഗരാസൂത്രണം ഈ ഘട്ടത്തിൽ അത്യാവശ്യമായി മാറും. ചുരുക്കത്തിൽ എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ പരിശ്രമിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ ജനസംഖ്യാ വളർച്ച ഒരു വലിയ അനുഗ്രഹവും ഒപ്പം ഭാരിച്ച ഉത്തരവാദിത്വവുമാണ്. വരും വർഷങ്ങളിൽ തൊഴിൽ വിപണി കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെടുമ്പോൾ ആഗോളതലത്തിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളുടെ വരവ് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. അടിസ്ഥാന സൗകര്യ വികസനവും ദിശാബോധമുള്ള ഭരണ നയങ്ങളും കൃത്യമായി സംയോജിപ്പിച്ചാൽ മാത്രമേ ഈ ജനസംഖ്യാ വർധനവിനെ സുസ്ഥിരമായ സാമ്പത്തിക നേട്ടമാക്കി മാറ്റാൻ GCC രാജ്യങ്ങൾക്ക് സാധിക്കൂ. പ്രവാസി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക കുതിപ്പും ജനസംഖ്യാ പെരുപ്പവും വരും പതിറ്റാണ്ടുകളിലും പുതിയ തൊഴിൽ വാതിലുകൾ തുറക്കുമെന്ന വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.